നമ്മുടെ എൽസയ്ക്കൊരു കൊട്ടാരം ഉണ്ടാക്കിയാലോ? സോ നമ്മുടെ കുട്ടി എൽസയ്ക്കൊരു കുട്ടി കൊട്ടാരമാണ് കേട്ടോ. അതിനുവേണ്ടി ക്ലേ എടുക്കുക, നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വാൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസ് സെറ്റ് ചെയ്യണം. ബേസിന് വേണ്ടി കുറച്ച് ക്ലേ എടുക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ക്യാപ്പ് വെച്ച് അമർത്തുമ്പോഴത്തേക്ക് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു സർക്കിൾ ഷേപ്പ് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് പീസും കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് അമർത്തി കൊടുക്കുക. രണ്ട് ഭാഗങ്ങളിൽ നിന്ന് അമർത്തി കൊടുക്കുമ്പോഴത്തേക്കും അത് അറ്റാച്ച് ചെയ്ത് നിന്നോളും. ഇനി നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഔട്ടറായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ് പോലെ ക്ലേ എടുത്തിട്ട് ഒപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു റൂഫാണ്. അപ്പോൾ റൂഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലേ എടുക്കുന്നു, ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നു, വേണ്ട ഷേപ്പിലാക്കിയിട്ട് മേൽഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പെയിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ഒരു ഓഫ് വൈറ്റ് തീമാണ് ഉദ്ദേശിക്കുന്നത്. ഉള്ളിൽ ലൈറ്റ് യെല്ലോയും ഒരു പെയിൽ യെല്ലോ കേട്ടോ. അതുപോലെ തന്നെ മേൽഭാഗത്ത് വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് സെക്കൻഡ് കോട്ട് വിടുമ്പോഴത്തേക്കും കുറച്ച് കളർ വരുന്നുണ്ട് കേട്ടോ. ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. കാരണം ഉള്ളിലോട്ട് നമ്മളിപ്പോൾ ഈ ഒരു ടോയ് വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു എൻഹാൻസ്മെൻറ്റ് കിട്ടില്ല. ദെൻ ഔട്ടർ വന്നിട്ട് മെറ്റാലിക് കളേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, എൽസൊക്കെ ഗ്രാൻഡായി ഫീൽ തോന്നട്ടെ. സോ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്നത്. നൈറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഫീലാണ് വരുന്നത് കേട്ടോ. സോ ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ? കുഴപ്പമില്ല അല്ലേ, ഒരു കുഞ്ഞു കൊട്ടാരം.